വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് എന്ന യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മൃതദേഹവുമായി തന്നെ ഉപരോധം നടത്തിക്കൊണ്ടാണ് പ്രതിഷേധം. ഷഹീദ്, എന്തെങ്കിലും ഒരു തീരുമാനം വരുമോ ഷഹീദ്? സമയം ഇത്രയും ആയല്ലോ. വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതായത് ഏറ്റവും പ്രധാനമായും പ്രതിഷേധം അല്ലെങ്കിൽ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നത് നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ളതായിരുന്നു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ തന്നെ ലഭ്യമാക്കും. ബാക്കി 40 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് ചില ഉറപ്പുകൾ എംഎൽഎമാരുടെയും വനമന്ത്രിയും ഇടപെട്ട് നൽകി ആ ഉറപ്പ് രേഖാമൂലമായി അവർക്ക് നൽകി കഴിഞ്ഞതിന്റെ ഒപ്പം തന്നെ കൊല്ലപ്പെട്ട അജീഷിന്റെ ഭാര്യയ്ക്ക് സ്ഥിര നിയമനം നൽകാൻ വേണ്ടി ഉള്ള ഇടപെടൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു തീരുമാനമെടുക്കും. ഒപ്പം തന്നെ കടബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതിത്തള്ളും. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ഈ യോഗ തീരുമാനമായി അത്തരമൊരു ഉറപ്പ് മിനിറ്റ്സ് തയ്യാറാക്കി അത് രേഖാമൂലം സർക്കാർ ഔദ്യോഗികമായി തന്നെ ജില്ലാ കളക്ടറുടെ ഔദ്യോഗികമായി തന്നെ ബന്ധുക്കൾക്ക് കൈമാറും. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബന്ധുക്കൾ താൽക്കാലികമായി ആ തീരുമാനം അംഗീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് ബന്ധുക്കൾ പോയിരിക്കുന്നു. ഇതിനി ഔദ്യോഗികമായി ഇനി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും പ്രധാനമായും ഈ മൃതദേഹം ഇങ്ങനെ പുറത്ത് പോസ്റ്റ്മോർട്ടത്തിന് പോലും സാധിക്കാതെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് ഈ പ്രതിഷേധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുകയില്ല. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ രീതിയിലുള്ള ഒരു പരിധിവരെയെങ്കിലും അനുകൂലമായ രീതിയിലുള്ള ഒരു നിലപാടുണ്ടായി എന്ന് ബന്ധുക്കൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം താൽക്കാലികമായി പ്രതിഷേധം ഈ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പ്രതിഷേധം ഉയർത്തിയ ആളുകളെല്ലാം പറഞ്ഞത് ബന്ധുക്കൾ എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും തങ്ങളുടെ നിലപാട് എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രതിഷേധം ഇപ്പോൾ ഔദ്യോഗികമായി ഈ യോഗത്തിൻ്റെ മിനിറ്റ്സ് ഔദ്യോഗിക രേഖയായി ബന്ധുക്കൾക്ക് കൈമാറും. അതിനുള്ള ചില നടപടികൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ ഔദ്യോഗികമായി മാധ്യമങ്ങളോട് ഇക്കാര്യം ജില്ലാ കളക്ടറോ സർക്കാർ സംവിധാനങ്ങളോ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അതിനുശേഷം അതോടുകൂടി പ്രതിഷേധം തണുക്കാനുള്ള സാഹചര്യമാണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. ആദ്യം കൈമാറും. ഈ തീരുമാനം ഏതെങ്കിലും രീതിയിൽ നൽകാമെന്ന ഒരു ഉറപ്പ്, ഒപ്പം ജോലിയും ഉറപ്പ് അല്ലേ? അതെ, ഏറ്റവും പ്രധാനമായും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഭാര്യയ്ക്ക് ഒരു സർക്കാർ ജോലിയിൽ സ്ഥിര നിയമനവും കുട്ടികളുടെ വിദ്യാഭ്യാസവും കടബാധ്യത ഉൾപ്പെടെയുള്ള ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. ഇതിൽ ഈ നഷ്ടപരിഹാരത്തിൽ മാത്രമാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളത്. അല്ലെങ്കിൽ ആവശ്യപ്പെട്ട നിലപാടിൽ ഇതിലൊരു മാറ്റമുള്ളത്. 10 ലക്ഷമായിരിക്കും ആദ്യ ഗഡുവായി നൽകുക. പിന്നീട് ബാക്കിയുള്ള 40 ലക്ഷം രൂപ നൽകുന്ന കാര്യത്തിൽ ചില ഔദ്യോഗികമായി മന്ത്രിതലത്തിൽ MLA ഉൾപ്പെടെയുള്ളവർ നൽകുന്ന ചില ഉറപ്പുകൾ അത് അംഗീകരിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഭാര്യയുടെ സ്ഥിരം ജോലി, ഒപ്പം തന്നെ വിദ്യാഭ്യാസ ചെലവ്, കടബാധ്യത എഴുതിത്തള്ളൽ, സർക്കാർ ഏറ്റെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ തലത്തിലുള്ള ഉറപ്പുകൾ ഔദ്യോഗികമായി രേഖാമൂലം ഈ യോഗത്തിൻ്റെ ഇത്രയും നേരം നടന്ന യോഗത്തിൻ്റെ തീരുമാനമായി ഔദ്യോഗികമായി മിനിറ്റ്സ് രേഖപ്പെടുത്തി അതിൻ്റെ പകർപ്പ് ബന്ധുക്കൾക്ക് നൽകും. അത് അംഗീകരിക്കാൻ ബന്ധുക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ ഒരു ബന്ധുവുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ അത് അംഗീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി നടപടിക്രമങ്ങൾ മാത്രമാണ്. അത് അങ്ങനെ രേഖാമൂലം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കളുടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിക്കും. അജീഷിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്, സംസ്കരിക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് നീങ്ങും. അങ്ങനെയെങ്കിൽ പ്രതിഷേധവും അതിനനുസരിച്ച് അവസാനിക്കാനാണ് സാധ്യത. ശരി ഷഹീദ്, അപ്പോൾ ഈ സമയം ഇത്രയും ആയുഷ്ക്ക് ഇനിയിപ്പോൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളോ സംസ്കാരമൊന്നും നടക്കാനുള്ള ഒരു സാധ്യതയില്ലല്ലോ അല്ലേ? അല്ല, സമയം ഇത്രയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു തീരുമാനമൊക്കെ വന്ന് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടവും സംസ്കാര ഒക്കെ ഇന്ന് നടക്കാൻ സാധ്യതയില്ലല്ലോ. ഇക്കാര്യത്തിൽ ഈ ഇത്തരമൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അടിയന്തരമായുള്ളൊരു പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ പോയേക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സൗകര്യവും സംവിധാനവും തീരുമാനവും എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുകയും ചെയ്യും. സംസ്കാരം ബന്ധുക്കളുടെ കൂടി ആലോചിച്ച് തീരുമാനപ്രകാരം ഉള്ള നടപടികളിലേക്കായിരിക്കും നീങ്ങുക. അത് ഒരുപക്ഷെ നാളെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ നടപടികളിലേക്ക് ഇനി ഇവർ പോകേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായും ഇപ്പോൾ സബ് കളക്ടറുടെ ഓഫീസിൽ തന്നെയാണ് ഇപ്പോഴും അജീഷിൻ്റെ മൃതദേഹമുള്ളത്. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ഈ തീരുമാനം സർക്കാരിൻ്റെ ഉറപ്പുകൾ കുടുംബം അംഗീകരിച്ചു കഴിഞ്ഞു. അതിന് ഔദ്യോഗികമായി രേഖ കയ്യിൽ കിട്ടിയ ശേഷം ജനങ്ങളുമായി ഇത്രയും നേരം പ്രതിഷേധിച്ച നാട്ടുകാരുമായി ഇത് പങ്കുവെക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളുടെ കാര്യങ്ങളിലേക്ക് പോവുക. അക്കാര്യങ്ങൾ വൈകാതെ പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദിവിഷ്.